അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ്. വെറും 5 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്. പക്ഷെ മഹത്തായ വെള്ളിയാഴ്ചയൊക്കെ ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് പോലെ നമ്മൾ ഓതിയ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ. പലവിധ ആവശ്യങ്ങളുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളുടെ വിവാഹപ്രായം എത്തിയിട്ട് നല്ലൊരു ഇണകളെ കിട്ടാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ ലാഭം കിട്ടാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകൾ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളൊക്കെ മഹത്തായ വെള്ളിയാഴ്ച ദിവസം ഈ കണക്കനുസരിച്ച് നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ശേഷം 25 പ്രാവശ്യം, എത്ര പ്രാവശ്യം? വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ശേഷം 25 പ്രാവശ്യം ഈ കുഞ്ഞൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ അവൻ പോലും പ്രതീക്ഷിക്കപ്പെടാത്ത രീതിക്കുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച എന്നത് ദിവസങ്ങളുടെ നേതാവാണ്. ആ ദിവസമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്. വെള്ളിയാഴ്ച ദിവസം മുഴുവനും മഹത്വമുള്ളതാണ്. ആ ദിവസത്തിന് മുമ്പുള്ള രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രിക്കും അഥവാ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷവും, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസമാണ് ശനിയാഴ്ച. കാരണം ആ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് വ്യാഴാഴ്ചയും അതുപോലെ ശനിയാഴ്ചയും നിലനിൽക്കുന്നതാണ്. അത്ര മഹത്വമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ ഒരു മനുഷ്യൻ അല്ലാഹു മരണം നൽകാറുണ്ട്. വെള്ളിയാഴ്ച മരിക്കുക എന്നുള്ളത് അത് വലിയ മഹത്വമുള്ളൊരു മരണമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചോനേ, ഞങ്ങൾക്കൊക്കെ മരണം നീ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസമാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അഥവാ വലിയമ്മ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത ഒരു മാതാവാണ്. അല്ലാഹുവേ, പടച്ചോനേ, അല്ലാഹു അവർക്ക് നൽകപ്പെട്ട ദിവസം നോക്ക്, മഹത്തായ വെള്ളിയാഴ്ചയാണ്. എത്ര മഹത്വമുള്ള ദിനമാണ്. അല്ലാഹു അവരെ ബർസഖയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അവരുടെ ബർസഖയായ ജീവിതം സന്തോഷകരമാക്കട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഉയർന്ന പദവി അല്ലാഹു നൽകപ്പെടുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്കെല്ലാം നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച ഒരുപാട് മഹത്വമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ജുമുഅ ദിവസം രാത്രിയിൽ അഥവാ വെള്ളിയാഴ്ച രാവായാൽ മലക്കുകൾ വിളിച്ചു പറയും, നരകമോചനത്തിന്റെ രാത്രിയെ സ്വാഗതം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ വെള്ളിയാഴ്ചയുടെ മഹത്വം എത്രത്തോളം വലുതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുകയാണ്, ജുമുഅ ദിവസം രാത്രിയായാൽ അഥവാ വെള്ളിയാഴ്ച രാവായാൽ മലക്കുകൾ വിളിച്ചു പറയും, നരകമോചനത്തിന്റെ രാത്രിയെ സ്വാഗതം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ രാത്രിയെ ബഹുമാനിച്ച് നന്മകൾ ചെയ്താൽ അഥവാ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം വെള്ളിയാഴ്ച രാവ് എന്തെല്ലാം നന്മകളുണ്ടോ മനുഷ്യരെ, ആ നന്മകൾ ചെയ്താൽ അങ്ങനെയുള്ളവർക്കാണ് സന്തോഷമുള്ള സന്തോഷം മുഴുവനും. പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിമിത്തങ്ങൾ പറയുകയാണ്, ആ രാത്രി ആരെങ്കിലും തിന്മ ചെയ്താൽ അവർക്കാണ് സർവനാശവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയുള്ള ദിവസമാണ്. ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ഇബാദത്തുകളിലും ദാനധർമ്മങ്ങളിലും നന്മകളിലുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നേരെ മറിച്ച് തിന്മകളാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, അവർക്കാണ് സർവനാശവും. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും നരകത്തിൽ നിന്നും അല്ലാഹു 1,00,000-ഓളം ആളുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ഓളം ആളുകളെ അവൻ
നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവർ ചെയ്ത ഇബാദത്തുകളും അവരുടെ ദുആകളും നന്മകളും കണ്ടിട്ട് നരകത്തിൽ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നോക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം അതിമഹത്തായ ദിവസമാണ്. ആ ദിവസമാണ് അല്ലാഹു 1,00,000-ഓളം ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ചക്ക് യാതൊരു മഹത്വം ജനങ്ങൾ നൽകുന്നു അല്ലേ? ഏതാഴ്ചയിലെന്തോ സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള ദിവസമാണ്. ആ ദിവസത്തെ ശ്രദ്ധയോടെ ആ ദിവസം നിങ്ങൾ ശ്രദ്ധയില്ലാതെ നിങ്ങൾ കടന്നു പോകല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള നമസ്കാരം സുബഹി നമസ്കാരമാണെങ്കിൽ സുബഹി നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഏറിയ ജമാഅത്ത് വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്താണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അപ്പോൾ വെള്ളിയാഴ്ച ഒരു മനുഷ്യനും വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൽ ജമാഅത്ത് നിങ്ങൾ ഒഴിവാക്കല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതൊരുപാട് മഹത്വങ്ങളുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും അതിലെല്ലാം വെള്ളിയാഴ്ച രാവിലെ നമ്മളെ പള്ളികളിലൊക്കെ സലാത്ത് വെക്കുകയും ജനങ്ങൾ ആ ഇബാദത്തിലേക്ക് കടക്കട്ടെ എന്നൊരു ചിന്തയോടുകൂടിയാണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? ആ മൈക്കിന്റെ ശബ്ദം കേട്ട് ജനങ്ങളൊക്കെ കൂടെ സലാത്ത് ചെല്ലട്ടെ, ദുആ ചെയ്യട്ടെ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. കാരണം മുത്തനബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ, അതും വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ഒരുപാട് പേര് കടമുള്ളവരുണ്ട്, കച്ചവടമുള്ളവര്, ബിസിനസ്സിൽ അഭിവൃദ്ധിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, അതുപോലെ മക്കളുടെ വിവാഹപ്രായമെത്തിയ ആൾക്കാരുണ്ട്, അല്ലെ, വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന സൂറത്തുകളും ആയത്തുകളും സലാത്തുകളും ദിക്റുകളൊക്കെ നമ്മൾ എഴുതി വെക്കുകയും അതെല്ലാം നമ്മൾ ചൊല്ലുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ മഹാനായ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതിന് അള്ളാഹു നടത്തി തരുന്നതാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇബാദത്തുകൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ പറയുന്ന സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. അപ്പോൾ വെള്ളിയാഴ്ച ദുആ ചെയ്താൽ അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. ഈ സൂറത്തിന് ഒരാൾ ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ എങ്ങനെ? ഈ സൂറത്തിന് ഒരാൾ ഓതിയിട്ട് തന്റെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്താൽ അവിടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ മഹത്തായ വെള്ളിയാഴ്ച നമ്മൾ ഈ സൂറത്ത് ഓതി നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്താൽ ആ വീടിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഒരു കാര്യം നടക്കണം എന്നുള്ള നിയത്തോടുകൂടി അതിനായി ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നായി ഒരുപാട് ആവശ്യങ്ങളുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ ആ ആവശ്യങ്ങൾ അല്ലാഹു നടത്തി തരണം. ഏത് വിഷയമായിക്കോട്ടെ, നമ്മുടെ കച്ചവടത്തെ കാര്യത്തിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഒരു ഭവന കാര്യത്തിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നോടിയായി ആ കാര്യം നടന്നു കിട്ടണമെന്നുള്ള നിയത്തോടുകൂടി അല്ലാഹുവേ ഞാൻ ഇറങ്ങി പോകുന്ന എന്റെ ആ കാര്യത്തെ നീ നിറവേറ്റി തരണേ പടച്ചവനെ. അല്ലാഹുവേ എന്റെ ആവശ്യം നീ റബ്ബേ, അല്ലാഹുവേ എന്റെ ആവശ്യം നീ തട്ടിക്കളയല്ല അല്ലാ. ഞാൻ ഇറങ്ങുന്ന ഏതാവശ്യമാണെങ്കിലും അത് പൂർത്തിയാക്കണേ അല്ലാ എന്നുള്ള നിയത്തോടെ ഈ സൂറത്തിന് ഒരുവൻ പാരായണം ചെയ്താൽ ആ കാര്യം അവന്റെ മനസ്സിൽ തൃപ്തികരമാകുന്ന രീതിയിൽ നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് മഹത്വമുണ്ട്. ഉറപ്പായിട്ട് എന്റെ ഈ കാര്യം നടക്കും, കാരണം ഈ സൂറത്തിന് ഒരുപാട് മഹത്വമുണ്ട് എന്നുള്ള ചിന്തയോടെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിന് നല്ല ഒരു സന്തോഷം നൽകപ്പെടുന്നതാണ്.
അപ്പൊ ഈ സൂറത്ത് അത് ഇനി ഒരുപാട് മഹത്വങ്ങൾ പറയാറുണ്ട്. ആ സൂറത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. സൂറത്തുൽ ഖദർ. ഈ ചെറിയ സൂറത്ത് പരിചയപ്പെടുത്തി തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇതാണ് ഈ ചെറിയ സൂറത്ത്. എത്ര എളുപ്പമാണ് നമുക്ക് ഈ സൂറത്ത് ഓതാൻ. വളരെ എളുപ്പമാണ്. ഇത് അറിഞ്ഞാത്ത ആരുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഈ സൂറത്ത് കാണാതെ പഠിക്കണം. നോക്കാം, ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. നമ്മെ ഭരിക്കുന്ന ഏതെങ്കിലും ഭരണാധികാരികളിൽ നിന്നോ നേതാക്കന്മാരിൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അല്ലേ, ഭരണകേന്ദ്രങ്ങളിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ എന്തെങ്കിലും ഒക്കെ, അതുപോലെ തന്നെ ഭരണകേന്ദ്രങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ടെങ്കിൽ, അപ്പൊ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, അങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒളു എടുക്കുക. എന്നിട്ട് സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം 3 പ്രാവശ്യം ആയത്തുൽ കുർസി, അതോടൊപ്പം തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് 1 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഏത് കാര്യത്തിനാണ് നമ്മൾ ഇറങ്ങുന്നത് അത് ഖൈറായ അല്ലാഹു നമുക്ക് നിറവേറ്റി തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടം, നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, ഇനി ആ രോഗം അല്ലാഹു എന്റെ പ്രയാസം നീ മാറ്റണേ അല്ലാ, എന്റെ രോഗം നീ മാറ്റണേ അല്ലാ, എന്റെ വിഷമം നീ മാറ്റണേ അല്ലാ എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഖദർ നമ്മൾ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തെ അല്ലാഹു മാറ്റി തരുന്നതാണ്. ആ പ്രയാസത്തെ അല്ലാഹു മാറ്റി തരുന്നതാണ്. ദാരിദ്ര്യം എന്ന മഹാവിപത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയുടെ മഹത്വം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം 25 തവണ പാരായണം ചെയ്താൽ 25 പ്രാവശ്യം, എത്ര? 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം പാരായണം ചെയ്താൽ അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ദുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, സ്ത്രീകളും വെള്ളിയാഴ്ച ദുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, പുരുഷന്മാരുടെ ജുമുഅയ്ക്കാണല്ലോ, അപ്പൊ സ്ത്രീകൾ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 25 പ്രാവശ്യം ഓതിയാൽ കിട്ടുന്ന നേട്ടം 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അല്ലാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, എന്തോ നേട്ടം, എത്രമാത്രം മഹത്വമുള്ള നേട്ടങ്ങളാണ്. തീർന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ജുമുഅ നമസ്കരിച്ചിട്ടുണ്ടോ? അവരുടെ എല്ലാം ജുമുഅ നമസ്കരിച്ച കൂലി മനുഷ്യന് കിട്ടുന്നതാണ്. തീർന്നില്ല. അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ടായിരിക്കും അവൻ മഹ്ശറയിലേക്ക് വിചാരണയ്ക്ക് പോവുക എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാം. അതായത് മഹ്ശറയെ പറ്റി ഒരു പേടിയും ആ മനുഷ്യനെ കാണില്ല. ഇത്രയേറെ നേട്ടങ്ങൾ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 25 പ്രാവശ്യം ഒരാൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അപ്പൊ ഈ സൂറത്ത്, അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ മഹത്തായ സൂറത്ത് എങ്ങനെ പാരായണം ചെയ്യണം, അതുപോലെ നമ്മൾ ആവശ്യങ്ങൾ നിറവേറാൻ എങ്ങനെ പാരായണം ചെയ്യണം, ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞ രീതിക്ക് നമ്മൾ അതുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആന് വലിയ മഹത്വമുണ്ട്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹുവേ. ഞങ്ങളോട് ചർച്ച ചെയ്ത് നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ, നിന്റെ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം
വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ മാഫ് ചെയ്യണേ അല്ലാ. അല്ലാഹു, ഈ ലോക വിജയികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹു, എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ആ മാതാവിന് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹു, എല്ലാവിധ അല്ലാഹു ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് റബ്ബേ, നീ സാലിഹീങ്ങളായ ഇണകളെ നീ അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് പടച്ചവരെ, നീ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാ. മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അവർക്ക് ഞങ്ങൾക്ക് നീ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാ. എല്ലാവിധ ആപത്തും മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് റബ്ബേ, അവരെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളും തൊട്ടും വിപത്തുകളും തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നിലനിർത്തണേ അല്ലാ. ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു, അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. അപകടങ്ങളിൽ നിന്ന് മരണങ്ങളിൽ അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഈ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.